ഹലോ നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് അടിപൊളി ഒരു ക്രാഫ്റ്റ് ഐറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. വാൾ ഡെക്കോറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇതിന് വേണ്ടി കാർഡ്ബോർഡിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിതാ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വലുപ്പമൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഏറ്റവും കൊള്ളാവുന്ന രീതിയിൽ കിട്ടുന്ന കാർഡ്ബോർഡ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ മാസ്കിനെ പൊട്ടിച്ചിട്ടുണ്ട്. സൈഡ് ആ മുറിച്ച് വൃത്തികേട് ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു വൃത്തികേട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. ലീഫ് ഉണ്ടാക്കാനായി കാർഡ്ബോർഡിൽ ഈ പേപ്പർ ഇളക്കിയെടുക്കുക. നല്ല കട്ടിയുള്ള പേപ്പറാണ്, അത് ഏതായാലും മതി. എൻ്റെ കയ്യിൽ അത്രയും കട്ടിയുള്ള പേപ്പറൊന്നും ഇല്ല, അപ്പം ഞാൻ ഇതിൻ്റെ പേപ്പറാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ഇലയുടെ വീതിക്കും നീളത്തിനും അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നീളമുള്ളൊരു പേപ്പർ, ഏകദേശം അത്യാവശ്യം നീളമുള്ള തരത്തിലൊരു പേപ്പർ, ഇത് ഞാൻ നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടി കട്ട് ചെയ്തതാണ്, എന്നാൽ ഇതിൽ നിന്ന് തന്നെ കാണിക്കാം. ഒരു പേപ്പർ ഇതാണ് കട്ടിയുള്ള സ്റ്റെമ്മിന് വേണ്ടി കട്ട് ചെയ്തതാണ്. ഇതിനകത്ത് അര ഇഞ്ച് വീതം ഇങ്ങനെ മാർക്ക് ചെയ്യണം. അര ഇഞ്ച് ഞാൻ കാണിക്കുന്നില്ല, കാരണം അര ഇഞ്ച് വീതം മാർക്ക് ചെയ്തതിന് ശേഷം ഈ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഇലയുടെ ഷേപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തത് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചതാണ്. ഈ ഇരിക്കുന്ന ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഈ ഒരെണ്ണം. അതിൻ്റെ കൂടെ തന്നെ അടുത്തടുത്ത് ഇങ്ങനെ പീസുകൾ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുത്താൽ മതി. അടുത്ത പീസ് അങ്ങനെ ചേർത്ത് മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണോ അത്രയും ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലോട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി. അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ കുറേ ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും നീളം വരെ ആകുമ്പോൾ തന്നെ ഒരു ഇലയുടെ ഷേപ്പിൽ കിട്ടും. ഇത്രയും നീളം ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ഷേപ്പ് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ ഒട്ടിച്ച് ഫെവിക്കോൾ പോലുള്ള ഗ്ലൂ യൂസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇല പോലെ തന്നെ കിട്ടും. ഇപ്പോൾ തന്നെ 3 തുമ്പ് ഭാഗമായിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിലുള്ളൊരു ഇലയുടെ ആരംഭ സ്റ്റേജാണ്. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തതാണ് ഈ കാണുന്ന 3 ഇലകളും. ഇങ്ങനെ ഒട്ടിച്ചെടുത്തതാണ്. നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിൻ്റെ ഇതേപോലെ കട്ട് ചെയ്ത് മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് വെച്ച കാർഡ്ബോർഡ് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയോ, ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഒട്ടിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ്, വാളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയൊരു ഡെക്കോറാണിത്. ഇങ്ങനെ 3 എണ്ണം ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാം, അതല്ല തിരിച്ചു വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കാം. 2 എണ്ണം മേളിലോട്ടും 1 എണ്ണം താഴോട്ടും ഇങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. നല്ലൊരു പ്രത്യേകതയുള്ള, അത് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഇഷ്ടത്തിന് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. വേറൊന്നും ഞാൻ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഇത് അടിപൊളി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം. ഞാനിപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ചാണ് ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഏത് തരം, അതല്ല ഇങ്ങനത്തെ ഗ്ലൂ ആണെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, ഏത് ഗ്ലൂ വെച്ച് വേണമെങ്കിലും ഒട്ടിക്കാം. അടിപൊളി ഒരു ഡെക്കോർ പീസാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ കൊടുക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ് കൊടുക്കുന്നത്. കാരണം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലൊരു ലൈറ്റ് വെയിറ്റ് സാധനമാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മാത്രമാണ്. ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം കാണാം.